ഈ മേയർ ഡ്രൈവർ തർക്കവും റോഡിലുണ്ടായ പ്രശ്നങ്ങളുമൊക്കെയാണ് സച്ചിൻ ദേവ് എംഎൽഎയ്ക്കും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കണമെന്ന ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മുൻപിലാണ് ഹർജി പരിഗണിക്കുന്നത്. സമാനമായ മറ്റൊരു ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഡാൻ കുര്യൻ ചേരും. ഡാൻ, നേരത്തെ അഡ്വക്കേറ്റ് ബൈജു നോയൽ സമർപ്പിച്ച ഒരു ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഡ്രൈവർ പരാതി കൊടുത്തിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് കേസെടുക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങി വന്നത്. അത് കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്നു. ജാമ്യം കിട്ടുന്ന സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ അനുസരിച്ച് സംഘം ചേരൽ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തലനുസരിച്ചുള്ള വകുപ്പുകളിൽ കേസെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി ഡ്രൈവർ യദു ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. KSRTC ബസ്സിന് ട്രിപ്പ് മുടക്കുക, യാത്രക്കാരെ ഇറക്കി വിടുക എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി. ഇതൊക്കെ പരിഗണിച്ച് ഒരു തീരുമാനം ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അതേ നീക്കങ്ങൾ തന്നെയായിരിക്കും ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം യദു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ KSRTC ബസ്സിന് കുറുകെ വാഹനമിട്ട് ഈ പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തി അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. സമാനമായ പരാതി തന്നെയായിരുന്നു, ഹർജി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കോടതിയിൽ സമർപ്പിച്ചത്. അതിന്മേലാണ് കോടതിക്ക് 5 പേർക്കെതിരെ, മേയർക്കും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സമാനമായ നീക്കം തന്നെ ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായി ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? മേയറുടെ മൊഴിയെടുക്കുമോ, MLA-യുടെ സച്ചിൻ ദേവിന്റെ മൊഴിയെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ മെമ്മറി കാർഡ് വിവാദം വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. മെമ്മറി കാർഡ് മാറ്റിയത് മേയറെ സംരക്ഷിക്കാനാണ് എന്ന ആരോപണവുമായാണ് യദുവിനെ അനുകൂലിക്കുന്ന ഒരു രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കണ്ടെത്താതെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോലീസിനും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം മേയർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളിലെ വാസ്തവം കൃത്യമായി അറിയണമെങ്കിൽ മെമ്മറി കാർഡ് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തമ്പാനൂർ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. രഞ്ജിത്ത്, മറ്റൊന്ന്, ഇന്നലെ യദുവിനെതിരെ പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. അത് KSRTC-യിലേക്ക് എത്തിക്കുക, KSRTC-ക്ക് നൽകും, സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 1 മണിക്കൂറോളം വാഹനം ഓടിച്ചു, ഫോൺ ചെയ്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെയുള്ള നിരവധി യദുവിനെതിരായ കേസുകൾ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ KSRTC-ക്ക് ഈ റിപ്പോർട്ടുകൾ അവഗണിക്കാനാവില്ല. യദുവിനും ഇത്തരം റിപ്പോർട്ടുകൾ കുരുക്കായേക്കാം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഡാൻ, സ്വാഭാവികമായി ഗതാഗത മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. യദുവിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്റേണൽ എൻക്വയറി നടക്കുകയാണ് KSRTC മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന്. സ്വാഭാവികമായി പോലീസ് നൽകുന്ന റിപ്പോർട്ടും അതോടൊപ്പം KSRTC മാനേജ്മെന്റ് നടത്തുന്ന അന്വേഷണത്തിൽ ഗതാഗത ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ യദുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഈ മൊബൈൽ ഫോണിൽ തുടർച്ചയായി സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൽ ചൂണ്ടിക്കാണിക്കും. അതടക്കം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി യദുവിനെതിരെ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ 1 മണിക്കൂർ മൊബൈൽ ഫോണിൽ സംസാരിച്ചു ബസ് ഓടിക്കുന്നതിനിടയിൽ എന്ന കാര്യം വലിയ ഗൗരവത്തോടെ തന്നെയാണ് മാനേജ്മെന്റ് കാണുന്നത്. അത് വലിയ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് യദുവിനെതിരെ ഒരു പക്ഷേ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് മുമ്പിലുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ ഡ്രൈവർ മേയർ തർക്കത്തിൽ കോടതിയിൽ കേസ് വാദം കേൾക്കാനായി വരികയാണ്. കോടതിക്ക് മുന്നിൽ യദുവിന്റെ അഭിഭാഷകന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ മേയറും ചില നിലപാടുകൾ വ്യക്തമാക്കിയേക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ.